മംഗളൂരിൽ ഒരു പയ്യനെ അടിച്ചങ്ങോട്ട് കൊന്നുകളഞ്ഞു, അഷ്റഫിനെ. അപ്പം അഷ്റഫിനെ അടിച്ചു കൊല്ലാനുള്ള കാരണം ഈ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന അഷ്റഫ് പാക് ജയിക്കണം, അതായത് പാകിസ്ഥാനി ജയിക്കണം എന്നുള്ള രീതിയിൽ എന്തോ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അപ്പം ആ ഒരു ന്യൂസും അതിനോട് റിലേറ്റ് ചെയ്ത് രണ്ട് ന്യൂസും കൂടെ നമുക്കൊന്ന് അപഗ്രഥിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്ത ഞാനൊന്ന് വായിക്കാം. മംഗളൂരുവിലെ കുടുപ്പൂവിൽ ആൾക്കൂട്ടം അടിച്ചു കൊന്ന അഷ്റഫ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് പ്രദേശവാസിയായ സാമൂഹ്യ പ്രവർത്തകൻ സജിത്ത് ഷെട്ടി. അടിച്ചു കൊന്നതിന് ശേഷം രക്ഷപ്പെടാൻ പ്രതികൾ ഇത്തരം ഒരു കഥയുണ്ടാക്കിയതാവാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ അന്വേഷിച്ചറിയാതെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നുവെന്നും സജിത്ത് പറഞ്ഞു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയിലേക്ക് എത്തുന്നു. ആഭ്യന്തരമന്ത്രി ഉടനെ ഇസ്ലാമിയർക്കെതിരെ കാര്യങ്ങൾ അങ്ങോട്ട് നീക്കുന്നു. നമ്മൾ ജനപ്രതിനിധികൾ ഇരിക്കുന്ന പൊസിഷനിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായ്ത്താളം അടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഗുജറാത്ത് പോലുള്ള സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരിക. എന്നിട്ട് പോലും വീണ്ടും ഇരുന്നുകൊണ്ട് അത് ആവർത്തിക്കുന്ന രീതിയാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. എന്തോ കശപിശയായി, ഒരാൾ പോയി അടിച്ചു, പിന്നെ അത് കൂട്ടയടിയായി. ബാക്കിയുള്ള നല്ല ചെറുപ്പക്കാർ അടിക്കേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ബാക്കിയുള്ളവർ കേട്ടില്ല, കൂട്ടമായി അടിച്ചു. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്, സജിത്ത് ഷെട്ടി പറഞ്ഞു. സംഭവത്തിൽ ഇൻസ്പെക്ടർ അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മാംഗ്ലൂർ റൂറൽ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ശിവകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര, ഹെഡ് കോൺസ്റ്റബിൾ എല്ലയിങ്ക എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മർദ്ദനമേറ്റ് വഴിയിൽ കിടന്ന അഷ്റഫിനെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതാണ് കുറ്റാരോപണം. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം മലയാളി യുവാവിനെ അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ബോഡി കാണണം, ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്ന് അമ്മാതിരി ക്രൂരമായിട്ട് അടിച്ചു കൊന്നുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അയാൾ പാകിസ്ഥാനെ അനുകൂലിച്ച് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചെങ്കിലും അതൊരു തെറ്റു പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് തെറ്റാണ്. കാരണം ഇപ്പൊ പഹൽഗാമിൽ നമ്മളെ ആക്രമിച്ചത് പാകിസ്ഥാനികളാണ്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. പക്ഷെ അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഉടനെ തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയോ അതിന് തുടർന്ന് നടപടി എടുക്കുന്നതിന് പകരം അയാളെ തല്ലിക്കൊല്ലാൻ ആരാണ് നിയമം അനുവദിച്ചു കൊടുക്കുന്നത്? അതെന്ത് അടിസ്ഥാനത്തിലെന്ന് അറിയുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞിട്ടില്ല കേട്ടോ. പറയാത്തൊരു കാര്യത്തിനാണ് ആ മനുഷ്യരുടെ തലയിൽ ഇത് കൊണ്ട് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ള ഇപ്പം നമ്മളിപ്പം അർജന്റീനയോ അങ്ങനെ ഏതൊക്കെയോ കൺട്രികളെ പറ്റി ഇവിടെ കുറേ കുട്ടികൾ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് നല്ല കളിക്കുന്നത് ഏത് ടീമാണോ ആ ടീമിനെ അനുകൂലിക്കുന്നതിന് തർക്കമില്ല. ശ്രീലങ്കൻ ടീമിനെ അനുകൂലിക്കുന്നവരുണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇന്ത്യക്ക് ഇവിടെ പാകിസ്ഥാൻ എതിരിടുമ്പോൾ മാത്രം നമ്മൾ ഇന്ത്യക്ക് അനുകൂലമല്ല മറ്റൊരാൾക്കെതിരെ പറഞ്ഞാൽ രാജ്യദ്രോഹമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുക. അത് പാകിസ്ഥാനിൽ നിന്നല്ല, ആരായിരുന്നാലും ശരി തന്നെ ഇന്ത്യയിലൂടെ കളിക്കുമ്പോൾ ഇന്ത്യ ജയിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അല്ലാത്ത പക്ഷെ അയാൾ അത് പറഞ്ഞതിന് അല്ലെങ്കിൽ അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നോ അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. മനുഷ്യനെ അടിച്ച് കൊന്നങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഈ പറഞ്ഞ സജിത് ഷെട്ടിയെ ഇന്റർവ്യൂ എടുക്കുന്നു. പുള്ളി പറയുന്നുണ്ട് അയാൾക്ക് 50 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കണം. ഒരാൾ അടിച്ചു വന്നിട്ട് 50 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് എന്താക്കാനാണ്? ആ മനുഷ്യൻ ആക്രി പിറക്കി വിറ്റുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അതിനെ അടിച്ചു കൊന്ന് ഇല്ലാതാക്കി. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇല്ലാത്തൊരു സ്പർദ്ധത ഉണ്ടാക്കി. ഓൾറെഡി ഒരാളെ കൊന്നിട്ടുണ്ട്. പിന്നെ കടകൾ തീ വയ്ക്കുന്നുണ്ട്. കടകൾ എന്തിനാണോ ഇവർ തുടക്കം, എന്തിനാണോ കോപ്പ് കൂട്ടുന്നത് അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ നല്ല ശ്രമിക്കുന്നുണ്ട്. മൊത്തം ഇന്ത്യ കത്തേണ്ട ഒരു വിഷയമാണ് പഹൽഗാമിൽ നടന്നത്. പഹൽഗാമിൽ നടന്ന വിശേഷത്തിൽ ഏറ്റവും കൂടുതൽ പോയത് ഇവിടുന്ന് പോയ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും, അച്ഛൻ മരണപ്പെട്ടു പോയി. അവരും ബാക്കി അതേപോലെ കുറേയധികം പേരും ഒക്കെ തന്നെ സത്യം പറഞ്ഞ രാജ്യസ്നേഹികളാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു കലാപമില്ലാതെ നമ്മൾ സ്വസ്ഥമായി നിൽക്കുക. അല്ലെങ്കിൽ ഇത് കലാപത്തിനുള്ള എല്ലാ വഴിയും ഓപ്പൺ ആയിരുന്നു. അത്രയ്ക്ക് ഭീകരമായ പ്ലാനഡ് സംഗതിയാണ് നടത്തിയിട്ടുള്ളത്. അത് നടത്തിയത് പാകിസ്ഥാൻ ആണെങ്കിലും ഇനി ഇവിടുത്തെ ഉള്ളവരാണെങ്കിലും ആരായിരുന്നാലും അവർ ഉദ്ദേശിച്ചത് പാളിപ്പോയി എന്നുള്ളതാണ് വസ്തുത. കാരണവും പറയാം. ഈ മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾ അത് കൃത്യമായി പറഞ്ഞു, അവിടെ ഉള്ളവരല്ല നമ്മളെ ചെയ്തത്, എവിടുന്നോ വന്നവരാണ് ചെയ്തത്. ആ ചെയ്തവർക്ക് അവിടെ ഉള്ളവർ സപ്പോർട്ടും ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും നിരന്ന് നിൽക്കുമെന്ന് പറയുന്നു. അതിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാറിക്കൊടുത്തില്ല, അവിടെ തന്നെ നിന്നു. അവരെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലുക ചെയ്തത്. മുസ്ലിങ്ങളും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസപ്പെടുത്തി മാറി നിന്ന് തൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ മുസ്ലിമാൻ തയ്യാറാകാത്തടത്താണ്. മറിച്ചായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം പരസ്പരം അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ഇവിടെ കുത്തിത്തിരിപ്പ് ഏക്കില്ല എന്ന്. ഈ ഒരു വിഷയത്തിൽ കൂടെ നമുക്കൊന്ന് ആശ്വസിക്കാം. പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ ബോധത്തോടു കൂടി നമ്മളിത് ഹാൻഡിൽ ചെയ്യണം. ഈ പറയുന്ന പയ്യൻ മരണപ്പെട്ട് വന്നിട്ട് ഇവിടെ ഒരു വാർത്താ മീഡിയമോ ആരും ഇതിനെപ്പറ്റി ചർച്ചക്കെടുത്തില്ല. ആ ഭയം നമുക്കിടയിൽ അവർ ഇട്ട് തരുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറസ്റ്റാ, അല്ലെങ്കിൽ അവർ പ്രശ്നക്കാരാകും.
ഇപ്പോൾ അവിടെയുള്ള തന്നെ സോഷ്യൽ വർക്കർ വന്ന് ഇതിനെപ്പറ്റി പറയുമ്പോൾ ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അതും വാർത്തയാക്കുന്നില്ല. ഇനി ബാക്കി വായിക്കട്ടെ. അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 19 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 പേരെ അറസ്റ്റ് ചെയ്തു. കുടുപ്പ് സ്വദേശി ടി സച്ചിൻ എന്നയാളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് പറയുന്നത്. മർദ്ദിച്ച ശേഷം അഷ്റഫ് മരിച്ചെന്ന് മനസ്സിലായപ്പോൾ മൃതദേഹം മൈതാനത്ത് ഉപേക്ഷിച്ച് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു പോലീസ് വ്യക്തമാക്കി. അപ്പൊ ഇതിനകത്ത് ആ സജിത്ത് ഷെട്ടി, അയാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പാടില്ല. ഒരു വഴക്കുണ്ടായി, ആ വഴക്കിൽ സംഭവിച്ചത് കൈപ്പഴിയായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളിലും ഒക്കെ ഒരടി കൊടുത്തു, ആളുകളെല്ലാം കൂടെ ഒന്നിച്ചടിച്ചു, എല്ലാവരുടെ കൂടെ അതിന് മുസൽമാനാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്ക് ദേഷ്യം ഉണ്ടായിക്കണം, ഈ റിവേഴ്സ് ആണെങ്കിൽ ആയിട്ടുണ്ടാകാം. പക്ഷെ അതിനെ വീണ്ടും അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള സർവത്ര ഇസ്ലാമിയരെയും ആ ദുഷ്ടല്ല കണ്ണോടുകൂടിയ ബാക്കിയുള്ളവർ കാണുള്ളൂ. ഇവരുടെയൊക്കെ വീട്ടിൽ ഇതായിരിക്കുമോ സംഭവിക്കുന്നത്? ഇങ്ങനെയായിരിക്കുമോ ഇവർ പറയുന്നുണ്ടാവുക എന്ന് ഇനി ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടി കൂടെയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലാൻ അവർ ഓരോ തവണയും തോക്കും കൊണ്ട് ഇറങ്ങി വരികയാണ്. ഒരു കാര്യവുമില്ലാതെ വന്ന് വെറും നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ട് പോവുകയാണ്. എന്ത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവറ്റകൾക്ക് മാപ്പർഹിക്കുന്ന തെറ്റല്ല അവർ ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു ആങ്കറും പാകിസ്ഥാനി സ്വദേശിയും തമ്മിൽ വഴക്കാം. ഈ വിഷയം പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ പാകിസ്ഥാനി സ്വദേശി പറയണത് നിങ്ങളുടെ സുരക്ഷ ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, അതിന് പാകിസ്ഥാനികൾ പറയരുത് എന്ന്. ആടാ, ഞങ്ങളുടെ സുരക്ഷ ശരിയല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര തൻ്റെടായത് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട്ടുകാരെ വെടിവെക്കാനായിട്ട്. തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിയിപ്പം ഏത് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അപകടമാകുന്ന രീതിയിൽ ഏവൻ പ്രവർത്തിച്ചാലും അവനെ നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, ബദലടി കൊടുക്കുക തന്നെ വേണം. അങ്ങനെ തോന്നുമ്പോൾ കയറി വന്നിട്ട് അടിച്ച് കൊന്നിട്ട് പോകാൻ ഇതെന്താ? അവനങ്ങനെ തോന്നുന്ന പോലെ ചെയ്യാനുള്ള സ്ഥലമൊന്നും അല്ലല്ലോ ഇത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരായി പരിഗണിക്കാതെ അന്യരായി പരിഗണിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതേപോലൊരു അവസരം ഇതേപോലുള്ള കുറേ മനുഷ്യർ അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ മറ്റൊരു പരിണിത ഫലം മറ്റ് ന്യൂനപക്ഷ രീതിയിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വസ്തുത. നമ്മുടെ ഇന്ത്യയിൽ ഇത് സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു ഒറ്റ ആക്രമണം കൊണ്ട് ആരാണോ അത് ചെയ്യിച്ചത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനി ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അവർക്കും മനസ്സിലായിട്ടുണ്ട്, പാകിസ്ഥാനികളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കുത്തിത്തിരിപ്പിന് ഇവിടെ ഏക്കില്ല എന്നുള്ളത് തെളിയിച്ച കാര്യമാണ്. മൗനം അവലംബിക്കുന്നത് നല്ലതാണ് ചില ഇടങ്ങളിൽ, പക്ഷേ പൂർണ്ണമായ മൗനം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന് ഇല്ലാതാക്കി എന്നിട്ട് അവൻ രാജ്യദ്രോഹിയാണ് എന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരിക്കലും അംഗീകരിക്കാനാകത്തില്ല. ആ പയ്യൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം. എന്തായാലും അവനെ ഓണർഷിപ്പോട് കൂടി തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇതല്ലായിരുന്നു എങ്കിൽ അവന് രാജ്യദ്രോഹി എന്ന രീതിയിലല്ലേ നമ്മൾ ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യുള്ളൂ. സോ എൻ്റെ ഭാഗം ഞാൻ നിറവേറ്റുന്നു. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നു. ആ പയ്യൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല. അവനും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരും തമ്മിലുണ്ടായ തർക്കത്തിൽ ആ ചെറുക്കനെ അടിച്ചതാണ്. അത് അവൻ തനിച്ചാണെന്ന് മനസ്സിലായപ്പോൾ, ആരും താങ്ങാനില്ലാത്തെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ അടിച്ചു. ചിലർക്ക് അങ്ങനെ ഒരു ക്രിമിനൽ വാസനയുണ്ട്. അതിലാണ് ആ പയ്യനെ കൊന്നു കളഞ്ഞത്. അവനല്ല, അവനെ അങ്ങനെ കൊന്നു കളയാനുണ്ടായ കാരണം അതാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത കേൾക്കാം. അത് ഇപ്പോൾ റീസെൻ്റ്ലി മംഗളൂരു പോലുള്ള ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും ഇതേ സെയിം തിങ് തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് കൊലക്കേസിൽ ബജ്രംഗൾ നേതാവായ ഒരുത്തനെ വെട്ടിക്കൊല്ലുന്നത്, 6 അംഗ സംഘം വെട്ടിക്കൊന്നു. ഇതിൻ്റെ വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇവിടെ പ്ലേ ചെയ്യാനാവത്തില്ല, ഐ ഡോണ്ട് വാണ്ട്. ബട്ട് ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭീകരമായിരുന്നു. 6 പേര് നിന്നിട്ട് പിന്നെ വെട്ടുന്നുണ്ട്. അവൻ അലറി കരയുന്നുണ്ട്. ഒത്തിരി പേരെ നോക്കി നിർത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. 23 വയസ്സുകാരനായ ഫൈസൽ എന്ന് പറയുന്ന ഒരു പയ്യനെ ഇവൻ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ പയ്യനെ കൊന്നതിൻ്റെ കേസിൽ ഇവൻ ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി വരുന്ന വഴിയിലാണ് ഇവനെ വളഞ്ഞിട്ട് പിടിച്ച്, ആ പയ്യൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആണെന്ന് തോന്നുന്നു, ഇവനെ തിരിച്ച് വെട്ടിയിട്ടുള്ളത്. ഈ ഒരാളെ വെട്ടിയതിന് തിരിച്ച് പകരം വെട്ടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ 23 വയസ്സുകാരനെ കൊല്ലണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രീതിയിൽ മൃഗീയമായ രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല, അവൻ്റെ കടയ്ക്കുള്ളിലേക്ക്, അവൻ തുന്നൽ കട എന്തോ നടത്തുന്ന പയ്യന, അതിനകത്തേക്ക് കടന്നു കയറി ആ പ്രായം പോലും മാനിക്കാതെ അവനെ വെട്ടി കൊന്നു കളഞ്ഞു. വാളെടുത്തവൻ വാളാൽ എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഇത്. ഇതിനെയും അതിനെയും കൂടെ മാച്ച് ചെയ്തിട്ട് ഏകദേശം നല്ലൊരു കലുഷിത അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. മാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുന്നവർ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഭയങ്കരമായി അവർ കാർ ആക്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള വണ്ടികളാണ് അവർ ആക്രമിക്കുന്നത്. അവിടെ നടന്ന സംഭവം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം.
അതായത് കർണാടകയിലെ മംഗളൂരിൽ ബജരംഗ് ദൾ നേതാവിനെ വെട്ടിക്കൊന്നു. ഫാസിൽ കൊലക്കേസിലെ പ്രധാന പ്രതിയായ സുഹാസ് ഷെട്ടി എന്ന 30-കാരനാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 8:30 മാംഗ്ലൂരിലെ ബാജ്പേയിലാണ് സംഭവം. കാറിലും പിക്കപ്പ് വാനിലുമായി എത്തിയ 6-അംഗ സംഘം സുഹാസും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തുകയും സുഹാസിനെ മാരകായുധം കൊണ്ട് വെട്ടുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ സുഹാസിനെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാണ്. തലയിലാണ് വെട്ടുന്നത്, നമുക്ക് കാണാം. അത് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. സുഹാസ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ക്രൂര കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. 2022 ജൂലൈയിൽ സൂറത്ത് കല്ലിൽ മുഹമ്മദ് ഫാസിൽ 23 വയസ്സ് സൂറത്ത് കല്ലാണ് എന്ന യുവാവിനെ തുണിക്കടയിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രധാന പ്രതിയാണ് സുഹാസ് ഷെട്ടി. സംഭവത്തിൽ ബാജ്പേയി പോലീസ് കേസെടുത്തു. പ്രതികളെ പിടികൂടാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ് വ്യക്തമാക്കി. അപ്പോൾ ഈ പറയുന്ന പയ്യനും ആ നാട്ടുകാരനാണ്. അതേപോലെ കൊല്ലപ്പെട്ട ഈ പറയുന്ന ആൾ ബജരംഗ് ദളിന്റെ ആളും ആ നാട്ടുകാർ തന്നെയാണ്. പക്ഷെ കേരളയിൽ നിന്ന് വരുന്ന വണ്ടികളെയാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പം നരേഷൻ എങ്ങോട്ട് പോകുന്നുള്ളത് വ്യക്തമാണ്. കുറച്ച് അലർട്ടാകുക, വിജിലൻ്റ് ആവുക. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർ തൽക്കാലം നല്ല കെയർഫുൾ ആയിട്ട് പോവുക എന്നുള്ളതാണ്. കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു വിഷയത്തിൽ ഈ പയ്യൻ പിന്നെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന പയ്യനെ തല്ലിക്കൊന്ന കേസിൽ പോലീസ് കൂടെ അവർക്ക് സപ്പോർട്ടീവായിരുന്നു. പോലീസ് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അതാ പറഞ്ഞത്. അതായത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുകയും അതിനെ തുടർന്ന് ആ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും വാർത്താമാധ്യമങ്ങളിൽ അതിൻ്റെ ഇത് വന്നിട്ടും നമ്മുടെ മുഖ്യനോ നമ്മുടെ നാട്ടുകാരോ മിണ്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് ഒരുപാട് പേര് അവിടെ പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, സേഫ് സോണായിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ ബാധിക്കപ്പെടുന്ന ഒരു ഗ്രേറ്റ് തിങ്ങാണ്, ഒരു വലിയ സംഭവം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മിണ്ടാതെ ആരും ഗവനിക്കാതിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഐ ഡോണ്ട് ബിലീവ് ഇപ്പം ഇരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായിരുന്നാലും അപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായിരുന്നാലും ഇന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ എങ്ങനെയൊക്കെയോ തട്ടി പോകുന്നുണ്ട്. അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ അധികാരികളെന്നാണ് ചിലരുടെ മൗനവും ചിലരുടെ നിസ്സംഗതയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളിപ്പറിക്കാനും കട്ടുമുടിക്കാനും മാത്രം കയറിയിരിക്കാതെ കണ്ണ് തുറന്ന് നോക്കുക. അബദ്ധത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ കൂട്ടുകാരെയും തന്നെയാണ് തീർക്കുക. ലാഭമുണ്ടാകും, രാഷ്ട്രീയ ലാഭം, ബാക്കി നഷ്ടങ്ങൾ തന്നെയായിരിക്കും. എത്രയോ കാലങ്ങളായി നടക്കുന്ന നഷ്ടക്കണക്കിൻ്റെ പേരിൽ ഒരു നഷ്ടക്കണക്കൂടെ ആഡ് ഓൺ ചെയ്യുന്നതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. കള്ളത്തരം കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുക. നടക്കാനിരിക്കുന്ന വൻ ദുരന്തം ആരെ കൊണ്ടെങ്കിലും മാറ്റാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് മാത്രം പറയാം.